Hi, welcome to Kalappura Kitchen. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിഷ് കട്ട്ലേറ്റ് ആണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ട്യൂണ ഫിഷ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ക്രിസ്മസ് സ്പെഷ്യൽ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം കാണുന്നതിനെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം. നമ്മളിന്ന് എടുത്തിരിക്കുന്ന 1/2 കിലോ ട്യൂണ ഫിഷാണ്. അപ്പോൾ 1/2 കിലോയ്ക്ക് ഒരു 3/4 കിലോ എന്നുള്ള രീതിയിൽ തന്നെ ഉരുളക്കിഴങ്ങ് എടുക്കുക. നമുക്കിതൊന്ന് പുഴുങ്ങി വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 4 വിസിൽ അടിച്ചിട്ടുണ്ട്. കുക്കർ നമുക്ക് ഇറക്കി വയ്ക്കാം. നമുക്ക് ഈ ഫിഷ് ഒന്ന് വേവിച്ചെടുക്കണം. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഈ ഫിഷ് ഒന്ന് വേവിച്ചെടുക്കാം. ഫിഷ് ഒന്ന് വേവിച്ചെടുക്കാൻ വയ്ക്കാം. ഫിഷ് റെഡി ആയിട്ടുണ്ടെന്ന് നോക്കാം. ആയി വെന്തിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം. ഫിഷ് പകർത്താണ്. നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫിഷ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, ഒരു 6 പച്ചമുളക് എടുക്കുക, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മൾ എണ്ണയിൽ വഴറ്റാൻ പോകുന്നത്. സവാള വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മസാലപ്പൊടി, ഫിഷിട്ട് മിക്സ് ചെയ്യുകയാണ്. ഫിഷ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് വെള്ളം വലിഞ്ഞ് വന്നെങ്കിലേ നമുക്കിത് ഇറക്കാൻ പാടുള്ളൂ. ഇവിടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. പൊട്ടറ്റോ വെന്ത് ഇട്ടിട്ടുണ്ട്. നമുക്കിതിനൊന്ന് പീൽ ചെയ്ത് മാറ്റിയെടുക്കണം. നല്ല ചൂടുണ്ട്. എൻ്റെ കൈ പൊള്ളുന്നുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടറ്റോ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉരുട്ടി കുഴച്ചെടുക്കുവാണ്.
കട്ട്ലേറ്റിന് നമ്മൾ റെഡിയാക്കി വെച്ചു. നമുക്കിനി ഒന്ന് എഗ്ഗ് ഒരു 2 മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്ന കട്ട്ലേറ്റ് നമുക്കൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു കട്ട്ലേറ്റ് എടുത്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കുക. സാധാ ബ്രെഡ് പൊടിയാണ്, അതായത് നമ്മളൊരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചിട്ട് അതൊന്ന് പൊടിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഒരു ബ്രിട്ടാണിയ ദിനാരോ റൂട്ടൊക്കെയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കട്ട്ലേറ്റ് ഒന്ന് മുരിയാനായിട്ട് വെച്ച് കൊടുക്കാം. ഇരുവശങ്ങളും ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കത് ഇറക്കാം. കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. 2 വശവും മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.